എന്നുള്ള ചാപ്റ്റർ ആണ് പറഞ്ഞിരുന്നത്. ഓക്കെ. സോളിഡ്സ് എന്ന ചാപ്റ്റർ ആണ് നമ്മൾ പറഞ്ഞിരുന്നത്. ഇതില് ആരാണ് വരക്കുന്നത്? അപ്പൊ നമ്മള് ഇന്ന് ഇതുവരെ എന്തെല്ലാം പറഞ്ഞു? ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് പറയാണ്. എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടല്ലോ? സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടല്ലോ? കാണാൻ പറ്റുന്നുണ്ട് വിചാരിക്കുന്നു. ഓക്കെ. അപ്പോ നമ്മൾ ഇതുവരെ എന്തൊക്കെയാ പറഞ്ഞത്? നമ്മൾ പഠിച്ചത് സമചതുര സ്തൂപിക അല്ലെങ്കിൽ ഇനി വരക്കല്ലോ കേട്ടോ. സ്റ്റാർട്ട് ചെയ്യണേ. ഓക്കെ. അപ്പോ ഇതിന്റെ വകയാണ്. നമ്മൾ ആരാണ് വരക്കുന്നതെന്ന് ഇവിടെ കാണുന്നുണ്ട്. ഇത് ഓഫ് ആക്കാൻ നോക്കട്ടെ കേട്ടോ. നിങ്ങൾ വരക്കല്ലോ കേട്ടോ. എനിക്ക് കഴിയണില്ല. ഇത് ശരി. അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ളത്, നമ്മൾ ഇതുവരെ പറഞ്ഞത് സമചതുര സ്തൂപിക അല്ലെങ്കിൽ എന്തായിരുന്നു? സമചതുര സ്തൂപിക. സാരല്ല. സാധാരണ ഇവിടെ സ്റ്റോപ്പ് എന്ന് കാണാറുണ്ട് ഇങ്ങനെ വരയ്ക്കുമ്പോൾ. അതൊന്നും കാണുന്നില്ല. ഓക്കെ. നമ്മൾ ഇതുവരെ പറഞ്ഞത് സമചതുര സ്തൂപികനെ കുറിച്ചാണ് അല്ലേ? അല്ലെങ്കിൽ സ്ക്വയർ പിരമിഡിനെ കുറിച്ച്. ഓക്കെ. എന്തൊക്കെ പഠിച്ചു സമചതുര സ്തൂപികനെ കുറിച്ച്? ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറയാം. ഇതിന്റെ ഓരോ വശങ്ങളൊക്കെ പറഞ്ഞില്ലേ? ലാറ്ററൽ എഡ്ജ്, അതിനെ എൽ എന്നുള്ള ലെറ്റർ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. ഇത് പാദവക്ക് അല്ലെങ്കിൽ ബേസ് എഡ്ജ്, അതിനെ എ എന്നുള്ള ലെറ്റർ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു ഹൈറ്റ് ഉണ്ട്. പിന്നെന്താ പഠിച്ചിട്ടുള്ളത്? TSA, ടോട്ടൽ സർഫസ് ഏരിയ, അതൊക്കെ പഠിച്ചു അല്ലേ? അതായത് ഇത് വെച്ചിട്ട് നമ്മൾ ഈ ഒരു ഇത് പറയാം. അതായത് ഇവിടെ ഒരു ലാറ്ററൽ എഡ്ജും ഇതാണ്. ഓക്കെ. ലാറ്ററൽ എഡ്ജ് എന്ന് പറയുന്നത് ഇതായിരിക്കും. അല്ല, ലാറ്ററൽ ചെരിവ് ഉയരം അല്ലേ? ലാറ്ററൽ എഡ്ജ് എന്നുള്ളത് ഇതായിരിക്കും വരിക. അതേപോലെ ഇത് പാദവക്ക് അല്ലെങ്കിൽ എ എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ പഠിച്ച ഇക്വേഷൻ എന്തായിരുന്നു? ഇത് L ആണ്, ഇത് A/2 ആണ്. ദെൻ സോറി, ഇതാണ് L,
ഇത് ഇ അല്ലായിരുന്നു എഡ്ജ്, അങ്ങനെയല്ലേ പഠിച്ചത്? അല്ല, ഇത് ഇ, ഇത് എൽ അല്ലേ? ചെരിവ് ഉയരം ഇതാണ് വരിക. ഓരോ ട്രയാങ്കിൾസിന്റെയും ഹൈറ്റ് ആണ് നമുക്ക് ചെരിവ് ഉയരമായിട്ട് വരിക അല്ലേ? അപ്പൊ ഇനി ഇത് ഇ ആയിരുന്നു. ദെൻ നമ്മൾ പഠിച്ചു ഇ സ്ക്വയർ ഇസ് ഈക്വൽ ടു എൽ സ്ക്വയർ പ്ലസ് a/2 ഹോൾ സ്ക്വയർ ആണെന്ന് പഠിച്ചു. പിന്നെ നമ്മൾ പിന്നെ വേറൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കൂടി ഉണ്ടാവും ഈ പിക്ചറിൽ. അതായത് ഈ ഹൈറ്റും സ്ക്വയർ പിരമിഡിന്റെ ഈ ഹൈറ്റ് അല്ലെങ്കിൽ ഉയരവും പിന്നെ ഇത് എന്ന് പറഞ്ഞത് നമുക്കറിയാം ഇത് എ ആണ്. അങ്ങനെയാണെങ്കിൽ ഇത്ര സ്ഥലം എന്ന് പറഞ്ഞത് a/2 ആയിരിക്കും അല്ലേ? അതായത് പാദവക്കിന്റെ പകുതി. നെക്സ്റ്റ് ഈ സൈഡ് വരുന്നത് ചെരിവുയരാണ് എൽ അല്ലേ? അങ്ങനെയാണെങ്കിൽ എന്താ ഇക്വേഷൻ വരിക? ഇത് യൂസ് ചെയ്തിട്ടുള്ള ഇക്വേഷൻ എന്താണ്? എന്താ പഠിച്ചിരുന്നത്? ഓർമ്മ ഉണ്ടോ? ഇവിടെ ഹൈപ്പോട്ടന്യൂസ് ആരാണ്? എൽ ആണ് അല്ലേ? ലംബം എച്ചും പാദം a/2 ആണ്. അങ്ങനെയാണെങ്കിൽ എൽ സ്ക്വയർ ഈസ് ഈക്വൽ ടു നമുക്ക് എന്താ പറയാം? എച്ച് സ്ക്വയർ പ്ലസ് a/2 ഹോൾ സ്ക്വയർ എന്നല്ലേ? a/2 ഹോൾ സ്ക്വയർ. അതായത് എൽ സ്ക്വയർ ഇസ് ഈക്വൽ ടു എച്ച് സ്ക്വയർ പ്ലസ് a/2 ഹോൾ സ്ക്വയർ. ഇവിടെ നമ്മൾ പഠിച്ചത് ഇ സ്ക്വയർ ഇസ് ഈക്വൽ ടു എൽ സ്ക്വയർ പ്ലസ് a/2 ഹോൾ സ്ക്വയർ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് പിന്നെ നമ്മൾ പിന്നെ നമ്മൾ ടി എസ് എ എന്താണെന്ന് പഠിച്ചു അല്ലേ? ടി എസ് എ, സി എസ് എ, കർവ്ഡ് സർഫസ് ഏരിയ. കർവ്ഡ് സർഫസ് ഏരിയന്റെ ഇക്വേഷൻ എന്താ വരിക? ജസ്റ്റ് കർവ്ഡ് അല്ല, ലാറ്ററൽ സർഫസ് ഏരിയ. സോറി, കർവ്ഡ് അല്ല, ലാറ്ററൽ സർഫസ് ഏരിയ. അത് 2AL അല്ലേ? അവിടെ L ചെരിവ് ഉയരം അല്ലെങ്കിൽ സ്ലാൻഡ് ഹൈറ്റ് ആണ്. A പാദവക്ക് അല്ലെങ്കിൽ ബേസ് എഡ്ജ് ആണ്. ഓക്കെ, അതാണ് ലാറ്ററൽ സർഫസ് ഏരിയ വരുന്നത്. പിന്നെ നമ്മൾ ടോട്ടൽ സർഫസ് ഏരിയ, ഉപരിതല പരപ്പളവ്, ടോട്ടൽ സർഫസ് ഏരിയ ഈക്വൽ ടു, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നേരത്തെ ഈ 2AL എന്ന് പറയുന്നത് ഈ 4 ട്രയാങ്കിൾസിന്റെയും കൂടെ ഏരിയയാണ്. അതിന്റെ കൂടെ ഈ ചതുരത്തിന്റെ ഏരിയ കൂടെ കൂട്ടും. അപ്പൊ അത് a സ്ക്വയർ പ്ലസ് 2AL എന്നായി മാറും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ പഠിച്ചു. പിന്നെ നമ്മൾ ഇന്ന് രാവിലെ ഇതും വോളിയത്തിന്റെ ഇക്വേഷനും പഠിച്ചു അല്ലേ? വോളിയത്തിന്റെ ഇക്വേഷൻ V is equal to 1/3 a സ്ക്വയർ h ആണ്. ഓക്കെ, 1/3 a സ്ക്വയർ h ആണ്. അവിടെ a എന്ന് പറയുന്നത് പാദവക്ക് അല്ലെങ്കിൽ ബേസ് എഡ്ജ് ആണ്. h എന്ന് പറയുന്നത് ഹൈറ്റ് ആണ് അല്ലേ? അത് വെച്ചിട്ടുള്ള 2 പ്രോബ്ലങ്ങൾ നമ്മൾ ചെയ്തു. അത് ലാസ്റ്റ് ഒരു പ്രോബ്ലം കൂടി ചെയ്തിട്ട് നമുക്ക് ഈ സമചതുര സ്തൂപിക അല്ലെങ്കിൽ എന്താ സ്ക്വയർ പിരമിഡ് എന്നുള്ള ടോപ്പിക് ഇവിടെ അവസാനിപ്പിക്കും. അപ്പോ എന്തൊക്കെയാ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയേ. The length of base edge of a square pyramid is 12 centimeter and slant height is 10 centimeters. What is the height of the pyramid? Okay. Length of base edge, അതായത് base edge A is equal to എന്താണ് തന്നിട്ടുണ്ട്? 12 centimeter. And slant height എന്ന് പറയുമ്പോൾ L അല്ലേ? മലയാളത്തിൽ ഒരു സമചതുര സ്തൂപികയുടെ പാദവക്കിന്റെ നീളം 12 സെന്റിമീറ്ററും ചെരിവ് ഉയരം 10 സെന്റിമീറ്ററുമാണ്. 10 ഇവിടെ വന്നിട്ടില്ല, 10 ആണ് കേട്ടോ. സ്തൂപികയുടെ ഉയരം എത്രയാണെന്നാണ് ചോദിച്ചത്. അതേപോലെ സ്തൂപികയുടെ വ്യാപ്തം കണക്കാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. പാദവക്കിന്റെ നീളം അതായത് A ഈക്വൽ ടു 12 സെന്റിമീറ്റർ ആണ്. നെക്സ്റ്റ് L ചെരിവ് ഉയരം L ഈക്വൽ ടു എന്താ വരിക? L ഈക്വൽ ടു 10 സെന്റിമീറ്റർ ആണ്. നമുക്ക് കാണാനുള്ളത് ഹൈറ്റ് ആണ്. ഏത് ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യും? നമ്മൾ നേരത്തെ പറഞ്ഞതിൽ ഏത് ഇക്വേഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുക ഹൈറ്റ് കാണാൻ? അപ്പോൾ പാദവക്കും അതേപോലെ ചെരിവുയരം നമുക്ക് തന്നിട്ട് എയും എല്ലും നമുക്കറിയാം. അപ്പൊ ഏത് ഇക്വേഷനാണ് യൂസ് ചെയ്യാം? എയും എല്ലും തന്നിട്ടുണ്ടെങ്കിൽ എച്ച് കാണാനുള്ള ഇക്വേഷൻ ഇതാണ് അല്ലെ? L സ്ക്വയർ ഈക്വൽ ടു
h square plus L is equal to h square plus h square plus അപ്പോൾ L square is equal to h square plus a by 2 whole square. അച്ഛലെ എഴുതല്ലടാ, നീയാണ് എഴുതുന്നത് ഇവിടെ മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ L square is equal to h square plus a square by 2. അതിൽ ഈ ഇക്വേഷനിലെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയേ എത്ര ആൻസർ കിട്ടുന്ന, എന്നിട്ട് ഒന്ന് പെട്ടെന്ന് പറഞ്ഞു തന്നെ എനിക്ക്. 10 square is equal to h square plus 12 by 2 whole square എന്ന് വരും. Plus equal to h square plus 6 square എന്ന് വരും. എന്താണ് വരാം? h square is equal to 10 square 100 ആണ്. ഓക്കെ, അത് ഇവിടെ എഴുതാം. 100 is equal to h square plus 6 square എത്രയാ? 6 square 36. ഓക്കെ, then h square is equal to 100 minus 36 എന്ന് വരും. That's equal to 100 minus 36, that's equal to 64 അല്ലേ? ആൻസർ പറയടാ. h is equal to എത്ര കിട്ടും? ആൻസർ കിട്ടിയില്ലേ? h is equal to √64. ഇത് എത്രയാണ്? വാല്യൂ എത്രയാണ്? h is equal to √64, that's equal to 8 centimeter അല്ലേ? അപ്പോൾ h കിട്ടി. നമ്മുടെ ഉയരം എത്രയാണെന്നായിരുന്നു ആദ്യത്തെ ചോദ്യം. കിട്ടിയോ? എല്ലാവർക്കും കിട്ടിയോ? നെക്സ്റ്റ് വോളിയം ഓഫ് ദി പിരമിഡ് കണ്ടെത്തണം. എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്ന ഒരാൾ ആൻസർ എഴുതിയിട്ടുണ്ട്. h is equal to 8 centimeter. ഓക്കെ, നെക്സ്റ്റ് കാൽക്കുലേറ്റ് ദ വോളിയം ഓഫ് ദി പിരമിഡ് എന്നാണ്. അപ്പോൾ വോളിയം v is equal to എന്ത് വരും? എന്താണ് ഇക്വേഷൻ? 1/3 a square h അല്ലേ? ഇതില് a ഇവിടെ തന്നിട്ടുണ്ട്. a എത്രയാണ്? 12 centimeter. Then 1/3 into a square into h. ചെയ്ത് നോക്കിയേ. ഉം 1/3 into 12 square into 8. h 8 ആണ് നമ്മൾ കണ്ടുപിടിച്ചു. എത്ര കിട്ടിയത്? ⅓ into 144 into 8.
ഓക്കെ, ഒന്ന് ചെയ്തോ, ക്യാൻസർ പറഞ്ഞേ. കിട്ടിയോ മക്കളെ? 1/3 ഇൻറ്റു 144 ഇൻറ്റു 8. 3യും 144ഉം കട്ട് ചെയ്ത് കളഞ്ഞൂടെ? ഇറ്റ് വിൽ ബി 48. 48 അല്ലേ വരുന്നത്? 48 ഇൻറ്റു 3, 48 ഇൻറ്റു 8 കിട്ടും. ഓക്കെ ആണോ? അങ്ങനെയല്ലേ കിട്ടിയത്? 48 ഇൻറ്റു 8 384. അങ്ങനെ കിട്ടിയോ ആർക്കെങ്കിലും? 1152 അങ്ങനെയാണോ കിട്ടിയത്? അപ്പൊ എന്റെ തെറ്റിപ്പോയോ? എന്ന് പറഞ്ഞേ, വേറെ ആർക്കും കിട്ടിയോ? അജ്സലിന് കിട്ടിയോ? വേറെ ഇന്ദു, അരുൺ എന്താ കിട്ടിയത് ആൻസർ? ഓക്കെ, ആൻസർ ഇതാണ് വരിക, 384 സെന്റിമീറ്റർ സ്ക്വയർ. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ ആണോ? ഹലോ, ഒന്നുകൂടെ പറയോ? ഓക്കെ, നമ്മള് എന്ത് കിട്ടി? നമുക്ക് എസ് ഈക്വൽ ടു 12 സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. പിന്നെ ഹൈറ്റ് നമ്മളിവിടെ കണ്ടെത്തി അല്ലേ? എസ് ഈക്വൽ ടു 12 ആണെന്നും എസ് ഈക്വൽ ടു 10 സെന്റിമീറ്റർ ആണെന്ന് തന്നത്. അതിൽ നിന്ന് നമ്മൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് എച്ച് ഇസ് ഈക്വൽ ടു 8 സെന്റിമീറ്റർ എന്ന് കിട്ടി. ഓക്കെ അല്ലേ? അതുവരെ ഓക്കെ അല്ലേ? ദെൻ നമ്മുടെ വോളിയത്തിന്റെ ഇക്വേഷൻ എന്താണ്? വി ഇസ് ഈക്വൽ ടു 1/3 എ സ്ക്വയർ എച്ച് ആണ്. 1/3 എ സ്ക്വയർ എച്ച് എന്ന് പറയുമ്പോൾ 1/3 ഇൻറ്റു എ ഇസ് ഈക്വൽ ടു 12 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 12 സ്ക്വയർ ഇൻറ്റു 8 വരും. അങ്ങനെയല്ലേ? ദെൻ 1/3 ഇൻറ്റു 12 സ്ക്വയർ, 12 ഇൻറ്റു 12 144 ആണ്. അതിനെന്ത് ചെയ്യും? 144നെയും 3നെ ഞാൻ കട്ട് ചെയ്തു, അപ്പോൾ 48 കിട്ടി. അങ്ങനെയല്ലേ വരുന്നത്? ദെൻ 48 ഇൻറ്റു 8 ചെയ്താൽ 384 സെന്റിമീറ്റർ സ്ക്വയർ. ഓക്കെ ആണോ? അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നമ്മൾ കോൺ എന്നുള്ള കൺസെപ്റ്റിലേക്കാണ് പോകുന്നത്. ഓക്കെ, കോൺ അല്ലെങ്കിൽ വൃത്തസ്തൂപിക അല്ലേ? നിങ്ങൾ പഠിച്ചിട്ടില്ലേ? എന്താ വൃത്തസ്തൂപിക എന്ന് പറഞ്ഞാല്? ഒരു വൃത്തസ്തൂപികയിൽ എപ്പോഴും താഴ്ഭാഗത്ത് ഒരു വൃത്തം ഉണ്ടാവും. ഓക്കെ അല്ലേ? ഒരു വൃത്തത്തിൽ നിന്ന് ഇങ്ങനെ ചെറുതായി ചെറുതായി വരുന്ന രൂപത്തിനാണ് നമ്മൾ കോൺ അല്ലെങ്കിൽ വൃത്തസ്തൂപിക എന്ന് പറയുന്നത്. ഓക്കെ, വൃത്തസ്തൂപികയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോ ഈ പിക്ചറിലൊന്ന് നോക്കുക. അതായത് ഇതിനെന്താണ്? നമ്മുടെ ഒരു വൃത്തത്തിന്റെ ഒരു ഭാഗം അല്ലെ? വൃത്തത്തിന്റെ ഒരു ഭാഗം, അല്ലെങ്കിൽ ഇതിനെന്താ പറയാ മലയാളത്തിൽ? വൃത്താംശം. വൃത്താംശം എന്ന് പറയാം. വൃത്താംശം.
ഇങ്ങനെ അല്ലെങ്കിൽ സെക്ടർ അല്ലെ, ഇംഗ്ലീഷിൽ സെക്ടർ എന്ന് പറയും. അതായത് ഒരു വൃത്തത്തിന്റെ ഒരു ചെറിയ സെക്ടറാണ് നമ്മുടെ അടുത്തുള്ളത്. ഇതിനെന്ത് ചെയ്യാം, ഇതിനെങ്ങനെ ഫോൾഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടാണ് എന്തുണ്ടാവുന്നത്, ഒരു വൃത്തസ്തൂപിക ഉണ്ടാവുന്നത്. ഓക്കെ, ഒരു സെക്ടറിനെ ഇങ്ങനെ ജസ്റ്റ് ഇതേപോലെ ഒന്ന് മടക്കി കൂട്ടി എയും ബിയും കൂട്ടിമുട്ടുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് എന്തുണ്ടാവുന്നത്, ഒരു വൃത്തസ്തൂപിക ഉണ്ടാവുന്നത് അല്ലേ. നമുക്ക് ഇതിൽ നിന്ന് വേറൊരു കാര്യം കൂടെ പറയാം. അതായത് ഈ വൃത്തത്തിന്റെ ഈ ഒ എന്ന് പറയുന്നത് വൃത്തത്തിന്റെ എന്താണ്, ഒ എന്നുള്ള സൈഡ് ഈ വൃത്തത്തിന്റെ എന്താണ് പറയാൻ പറ്റുമോ? ഒ എ അല്ലെങ്കിൽ ഒ ബി എന്നുള്ളത് ഈ വൃത്താംശത്തിന്റെ ആരം, യെസ് ആരം അല്ലെങ്കിൽ റേഡിയസ് ആണ് അല്ലേ. ഇതിനെ ഞാൻ വലിയ ക്യാപിറ്റൽ ആർ കൊണ്ടാണ് നൊട്ടേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് ഇങ്ങനെ മടക്കി വരുമ്പോൾ ഇത് എവിടെ ആയിട്ടായിരിക്കും വരിക? ഈ പിക്ചറില്, നമ്മുടെ ഈ പിക്ചറിൽ അല്ലെങ്കിൽ ഈ പിക്ചറിൽ എവിടെ ആയിട്ടായിരിക്കും ഈ ഒ എന്നുള്ളത് വരിക? നമ്മുടെ ഒ എന്നുള്ള ഭാഗം വരുന്നത് ഈ ഈ അപെക്സിന്റെ ഭാഗത്തായിരിക്കും അല്ലെ, ഈ അറ്റത്തായിരിക്കും ഒ എന്ന് വരിക. അപ്പോൾ ഇത് ഒ എയും ഒ ബിയും ഇതാണ്. ഒ എയും ഒ ബിയും നമുക്കറിയാം എന്താണ്, റേഡിയസ് ആയിരിക്കും അല്ലെങ്കിൽ ആരമായിരിക്കും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ആർ എന്ന് വരുന്നത് ഈ സൈഡ് ആയിരിക്കും. അതായത് ആർ ഈക്വൽ ടു ആരാണ്, നമ്മൾ മറ്റേ സ്തൂപികയിലൊക്കെ നമ്മൾ ഇതുപോലത്തെ സൈഡിന് എന്താണ് പറഞ്ഞിട്ടുള്ളത്, ഇതുപോലത്തെ ഈ നീളത്തിന് നമ്മൾ എന്താണ് ചെരിവ് ഉയരം അല്ലെ, അല്ലെങ്കിൽ സ്ലാൻഡ് ഹൈറ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ സ്ലാൻഡ് ഹൈറ്റിനെ നമ്മൾ ഏത് ലെറ്റർ കൊണ്ടാണ് നൊട്ടേറ്റ് ചെയ്തത്? സ്ലാൻഡ് ഹൈറ്റ് എന്നുള്ളത് എൽ. ഓക്കെ, അപ്പൊ ഈ ആർ ഈക്വൽ ടു നമുക്ക് എന്തായിട്ട് പറയാം, ദാറ്റ് എൽ ചെരിവുയരാണ്, ഈ വൃത്തസ്തൂപികയുടെ ചെരിവുയരാണ് ഇവിടുത്തെ ഈ വൃത്താംശത്തിന്റെ അല്ലെങ്കിൽ ഈ സെക്ടറിന്റെ റേഡിയസ് വരിക. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഇതായിട്ട് ബന്ധപ്പെട്ട ഒരു ഇക്വേഷനും കൂടെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അതായത് ഇതിന്റെ ആംഗിളുമായിട്ട് ബന്ധപ്പെട്ട് അല്ലേ. എന്തായിരുന്നു ആംഗിളുമായിട്ട് ബന്ധപ്പെട്ട ഒരു കൺസെപ്റ്റ് നിങ്ങൾ ഇവിടെ പഠിക്കുന്നുണ്ടല്ലോ. അതായത് നമ്മുടെ എക്സ് സ്ക്വയർ സീക്വൽ ടു അതല്ല, ആംഗിൾ ഒക്കെ വെച്ചിട്ടുള്ള ഏതാണ്? അയ്യോ, ഇവിടുത്തെ ആംഗിൾ തീറ്റ എന്നുള്ള ആംഗിൾ ആണെങ്കിൽ, ആംഗിൾ തീറ്റ എന്നുള്ള ആംഗിൾ ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടില്ലേ എക്സോ? and this is the radius of this വൃത്തസ്തൂപിക. ഓക്കെ, ഇത് റേഡിയസ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ പറയാം, ആൻഡ് ഇത് എൽ ആണ് അല്ലേ, എൽ ആണ് അല്ലെങ്കിൽ ക്യാപിറ്റൽ ആർ ആണ്. നമുക്ക് എന്താ പറയാം, ഇതിൽ നിന്ന് ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് പഠിക്കാണ്ട്, ആർ ബൈ എൽ ഈസ് ഈക്വൽ ടു തീറ്റ ബൈ 360 ഡിഗ്രി. തീറ്റ ബൈ 360. എന്താണ് തീറ്റ? തീറ്റ എന്ന് പറയുന്നത് ഇവിടെ ഉണ്ടാവുന്ന ഈ ആംഗിൾ ആണ്. അതായത് ഇവിടെ ഉണ്ടാവുന്ന ഈ ആംഗിളിനാണ് തീറ്റ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇങ്ങനെ ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് പഠിക്കണം. എക്സ് ആണോ പഠിച്ചത്? ആറിന് പകരമാണോ എക്സ് പഠിച്ചത്? എക്സ് ആണോ പഠിച്ചത് ഈ ആറിന് പകരം? പിന്നെ ആർ ബൈ എൽ ഇസ് ഈക്വൽ ടു തീറ്റ ബൈ 360 എന്നല്ലേ പഠിച്ചത്? അതോ എക്സ് ബൈ എൽ ഇസ് ഈക്വൽ ടു തീറ്റ ബൈ 360 എന്നാണോ? ആർ ബൈ എൽ ഇസ് ഈക്വൽ ടു, ഓ തീറ്റ അല്ലേ, എക്സ് ആണ്. ഓക്കെ ഓക്കെ, ശരി ശരി. ഓക്കെ, ആ സോറി. ഓക്കെ, ഓക്കെ, നോ പ്രോബ്ലം. ശരി, ആ.
R by L is equal to x by 360. സോറി, ആംഗിൾ ഇത് ആംഗിൾ എക്സ് ഡിഗ്രി ആണെങ്കിൽ R by L is equal to x by 360 ഡിഗ്രി ആയിരിക്കും. ഓക്കെ അല്ലേ? ഓക്കെ, ശരി ശരി. എക്സ് ബൈ 360 ഡിഗ്രി ഏതും യൂസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് പിന്നെ നിങ്ങളൊരു റിലേഷൻ പഠിക്കുന്നുണ്ടാവുക. ഇതാണ്, ഇത് ഹൈറ്റ് ആണ് അല്ലേ? ഈ ലെങ്ത് നമ്മൾ എപ്പോഴും എടുക്കുന്ന പോലെ ഹൈറ്റ് ആണ്. ദെൻ ദിസ് എൽ, ഇത് ചെരിവുയരാണ്. ദെൻ ദിസ് ഇസ് ആർ, റേഡിയസ് ആണ്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ഇക്വേഷൻ? നമുക്ക് പൈതഗോറസ് തിയറം യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കാം. എന്താണ് ഇക്വേഷൻ? ഇക്വേഷൻ എന്താ വരിക? എന്താ ഇക്വേഷൻ പറയടാ? ഇതിന്റെ എൽ എന്ന് പറയുന്നത് എന്താണ്? എൽ അല്ലേ ഹൈപ്പോട്ടന്യൂസ്. ദെൻ എൽ സ്ക്വയർ ഇസ് ഈക്വൽ ടു എച്ച് സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ അല്ലേ? അങ്ങനെ രണ്ട് ഇക്വേഷൻസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ആദ്യം പഠിച്ചിട്ടുണ്ടാവും. നേരത്തെ നമ്മൾ പൈതഗോറസ് തിയറം യൂസ് ചെയ്തിട്ട് സമചതുര സ്തൂപികയിൽ ഒരുപാട് രണ്ട് ഇക്വേഷൻ പഠിച്ചു. അതുപോലെ ഇവിടെ പഠിച്ച ഒരു ഇക്വേഷൻ ആണ് എൽ സ്ക്വയർ ഈസ് ഈക്വൽ ടു എച്ച് സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ. ഓക്കെ അല്ലേ? ഓക്കെ, അതായത് ആർ ബൈ എൽ ഈക്വൽ ടു എക്സ് ബൈ 360 ഡിഗ്രി എന്നും എൽ സ്ക്വയർ ഈക്വൽ ടു എച്ച് സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ എന്നുള്ളത്. ഓക്കെ, കൺസെപ്റ്റ് ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം ആണ് നെക്സ്റ്റ് ഇനി നമുക്ക് ചെയ്യാനുള്ളത്. From the circle of radius 12 centimeters, a sector of center angle 90 degree is cut out and made into a cone. What is the base radius of the cone? ഇങ്ങനെ ചെയ്യാം. ഒരു സർക്കിൾ ഓഫ് റേഡിയസ് 12 സെന്റിമീറ്ററിന്റെ 12 സെന്റിമീറ്റർ റേഡിയസിലുള്ള ഒരു സർക്കിൾ ആണ്. അതിന്റെ ഒരു സെക്ടർ ഓഫ് സെൻട്രൽ ആംഗിൾ 90 ഡിഗ്രി. ആംഗിൾ 90 ഡിഗ്രി ആണ് 90 ഡിഗ്രി ആണ് തന്നിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാ ഉണ്ടാവുക? റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ് അല്ലേ? 90 ഡിഗ്രി ആണ്. കട്ട് ഔട്ട് ആൻഡ് മെയ്ഡ് ഇൻ ടു എ കോൺ. ഈ ഭാഗത്തിന് ഞാനിവിടെ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഈ ഭാഗത്തിന് എന്ത് ചെയ്തു? ഒരു കോൺ ആക്കി മാറ്റി. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ബേസ് റേഡിയസ് ഓഫ് ദിസ് കോൺ? അതായത് ആർ എന്താണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സ്മോൾ ആർ, കോണിന്റെ ബേസിന്റെ റേഡിയസ്. ഓക്കെ, എങ്ങനെ കണ്ടുപിടിക്കാം? ഒന്ന് ഒറ്റക്ക് ചെയ്ത് നോക്കിയേ. മലയാളം കാണുന്നില്ലേ? വൃത്തത്തിൻ്റെതാണേ. സർക്കിളിൽ നിന്ന് സെൻട്രൽ ആംഗിളിന്റെ ഒരു സെക്ടർ കുറച്ച് മാറ്റി. 12 സെന്റിമീറ്റർ ആരമുള്ള വൃത്ത സർക്കിളിൽ നിന്ന് സെൻട്രൽ ആംഗിൾ 90 ഡിഗ്രി സെൻട്രൽ ആംഗിൾ ആയിട്ട് ഒരു സെക്ടർ മുറിച്ച് മാറ്റി ഒരു കോണാക്കി. ഈ കോണിന്റെ അടിസ്ഥാന ആരം, കോണിന്റെ അടിസ്ഥാന ആരം, കോൺ ഉദ്ദേശിച്ചത് വൃത്തസ്തൂപിക കേട്ടോ. അപ്പൊ ഈ വൃത്തസ്തൂപികന്റെ ഈ ബേസ് റേഡിയസ് കാണും. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്താണ്? ആർ ബൈ എൽ ഈക്വൽ ടു എക്സ് ബൈ 360 ഡിഗ്രി 360 എന്നാണ്. അപ്പം നമുക്ക് എന്താണ് ഈ സെക്ടറിന്റെ റേഡിയസ് തന്നിട്ടുണ്ട് അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞു. അതായത് ആറാണ് നമുക്ക് തന്നിട്ടുള്ളത്. ആർ ഈക്വൽ ടു 12 സെന്റിമീറ്റർ ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞു ആറും എല്ലും ഈക്വൽ ആണ് അല്ലേ? ആർ ഈക്വൽ ടു എൽ, ദാറ്റ്സ് ഈക്വൽ ടു 12 സെന്റിമീറ്റർ കിട്ടിയിട്ടുണ്ട്. എക്സ് എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 90 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ആർക്കെങ്കിലും ആൻസർ കിട്ടിയോ? നമുക്കിത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിടാം. ആർ ബൈ 12 is equal to 90 by 360. ചെയ്ത് കിട്ടി. പെട്ടെന്ന് പറഞ്ഞേ, ആൻസർ പറഞ്ഞേ.
ചെയ്യുന്നുണ്ടോ? 4 ആണോ? 4 ആണോ കിട്ടിയത്? നമുക്ക് എന്ത് ചെയ്യാം? ഈ 0യും 90/360 is equal to 90/360 is equal to r/12. 1/4 is equal to r/12. ഓക്കെ, അങ്ങനെ എഴുതാം. 90നെയും 360നെയും ടോട്ടലായിട്ട് കട്ട് ചെയ്തു അല്ലേ? 90യും 360 കൂടി കട്ട് ചെയ്താൽ 1/4 ആണ്. ശരിയാണ്. ദെൻ അതായത് r/12 ഈക്വൽ ടു 1/4 എന്ന് കിട്ടി. ദെൻ r is equal to ഈ 12 എന്ത് ചെയ്യും? ഇങ്ങോട്ട് വരും അല്ലേ? ഇങ്ങോട്ട് വരുമ്പോൾ ഇതിവിടെ ഡിവൈഡഡ് ബൈ ആണ്, അത് ഇങ്ങോട്ട് വരുമ്പോൾ മൾട്ടിപ്ലൈഡ് ബൈ ആവും. അവിടെ 1 × 12 ഡിവൈഡഡ് ബൈ 4 എന്ന് വരും. ഓക്കെ, 1 × 12 ഡിവൈഡഡ് ബൈ 4 is equal to 12 ഡിവൈഡഡ് ബൈ 4. That's equal to എത്രയാ? 3 സെന്റിമീറ്റർ. ഓക്കെ ആണോ? 3 സെന്റിമീറ്റർ is the answer. 4 അല്ല കേട്ടോ. എല്ലാവർക്കും കിട്ടിയോ? r/l is equal to x/360 എന്നുള്ള ഇക്വേഷൻ ആണ് നമ്മൾ യൂസ് ചെയ്ത് r/12 is equal to 1/4. എല്ലാവർക്കും കിട്ടിയ ആൻസർ? എല്ലാവർക്കും കിട്ടിയോ? തെറ്റല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻക്ക് പോട്ടെ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിക്കാം. ഓക്കെ, ഞാൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻക്ക് പോട്ടെ. ഓക്കെ, എന്താ തന്നിട്ടുള്ളത്? മലയാളം കൂടെ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചെയ്ത് നോക്കിയേ. A sector of radius 12 centimeter and central angle 120 degrees rolled up into a cone. എന്തൊക്കെ തന്നിട്ടുള്ളത്? സെക്ടറിന്റെ റേഡിയസ് തന്നിട്ടുണ്ട്, സെൻട്രൽ ആംഗിളും തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ സ്ലാൻഡ് ഹൈറ്റ്? അതായത് 12 സെന്റിമീറ്റർ ആരവും കേന്ദ്രകോൺ 120 ഡിഗ്രിയുമായ ഒരു വൃത്താംശം വളച്ച ഒരു വൃത്തസ്തൂപിക ഉണ്ടാകുന്നു. വൃത്തസ്തൂപികയുടെ ചെരിവുയരം എത്രയാണ്? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അതാണ്. ഞാൻ ചെയ്യാം. വൺ ട്വന്റി അതെന്താ 120 എന്ന് പറഞ്ഞത്? ചെരിവുയരാണോ? ഓക്കെ, എന്താ തന്നിട്ടുള്ളത്? സെക്ടറിന്റെ റേഡിയസിലെ ക്യാപിറ്റൽ ആർ തന്നിട്ടുണ്ട്, അത് 120 ആണോ? ക്യാപിറ്റൽ ആർ ഇസ് ഈക്വൽ ടു സ്മോൾ എൽ ദാറ്റ്സ് ഈക്വൽ ടു എന്ത് വരും? 12 സെന്റിമീറ്റർ അല്ലേ? ആൻഡ് സെൻട്രൽ ആംഗിൾ അതായത് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ആണ് 120 ഡിഗ്രി. ദെൻ വാട്ട് ഈസ് ദ സ്ലാൻഡ് ഹൈറ്റ് എന്നാണ് ചോദിച്ചത്. സ്ലാൻഡ് ഹൈറ്റ് എന്താണെന്ന് ചോദിച്ചത്. സിമ്പിൾ ആയിട്ട് പറയാം, എൽ ഈക്വൽ ടു എത്രയാണ്? ചെരിവുയരം 12 സെന്റിമീറ്റർ ആണ് അല്ലേ? സെക്ടറിന്റെ റേഡിയസ്
12 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം, അതിൽ നിന്ന് തന്നെ പറയാം ശരി ഉയരം 12 സെന്റിമീറ്റർ ആണെന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് വൃത്തസ്തൂപിയുടെ ആരവും ഉയരവും കണ്ടെത്തുക എന്നുള്ളതാണ്. ആരവും റേഡിയസും കാണണം, ഉയരവും കണ്ടെത്തണം. ഓക്കെ, എങ്ങനെ കണ്ടെത്താം? റേഡിയസ് r/l ഈക്വൽ ടു r/l ഈക്വൽ ടു x/360 ആണ്. സിംപ്ലൈസ് r എത്രയാ? സ്മോൾ r ആണ് നമുക്ക് കണ്ടെത്തേണ്ടത് ആദ്യം. അപ്പോൾ r/12 ഈസ് ഈക്വൽ ടു 120/360 എന്ന് വരും. 120/360. ഓക്കെ, 120/360 നമുക്ക് എന്ത് എഴുതാം? r/12 ഈസ് ഈക്വൽ ടു 120/360 എന്നുള്ളത് എന്താ വരിക? 1/3 അല്ലേ? r/12 ഈസ് ഈക്വൽ ടു 1/3 ആണോ? 120/360. എന്താ കിട്ടിയത്? 120/360. 120യും 360യും ക്യാൻസൽ ചെയ്തൂടെ? 36 ആദ്യം 0യും ക്യാൻസൽ ചെയ്യാം. പിന്നെ 36 എത്ര 12 ഉണ്ട് നമുക്കറിയാം, 3 ആണ്. അപ്പൊ ഇവിടെ 1/3 എന്ന് എഴുതാം. ദെൻ r ഈക്വൽ ടു എന്ത് വരും? r ഈക്വൽ ടു ആൻസർ പറഞ്ഞേ. Ah, 12/3, that is 4 centimeter. Yes. Okay. Very good. Okay. Next ഇതിൽ എന്താ പറഞ്ഞത്? ഹൈറ്റ് കണ്ടുപിടിക്കാനാണ്. ഇങ്ങനെയാണ് ഹൈറ്റ് ഓഫ് ദി കോൺ കണ്ടെത്തുക. ഹൈറ്റ് കാണാൻ നമ്മൾ ഇന്ന് പഠിച്ച ഇക്വേഷൻ ഉണ്ട് അല്ലേ? എൽ സ്ക്വയർ ഈക്വൽ ടു എച്ച് സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ ആണ്. എച്ച് സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ ആണ്. അപ്പോൾ ഇവിടെ എൽ എത്രയാണ് നമുക്കറിയാം? എൽ 12 ആണെന്ന് അറിയാം. 12 സ്ക്വയർ ഈക്വൽ ടു എച്ച് സ്ക്വയർ പ്ലസ് ആർ ഇപ്പോൾ നമ്മൾ കണ്ടെത്തി 4 ആണെന്നുള്ളത്. അപ്പോൾ 4 സ്ക്വയർ എന്ന് വരും. ഓക്കെ, ദെൻ എച്ച് സ്ക്വയർ ഈസ് ഈക്വൽ ടു 12 സ്ക്വയർ മൈനസ് 4 സ്ക്വയർ അല്ലേ? അതായത് എത്ര വരുന്നത്? എച്ച് സ്ക്വയർ ഈസ് ഈക്വൽ ടു 144. 12 സ്ക്വയർ 144 ആണ്. 144 മൈനസ് 16 എഴുതാൻ പറ്റുമോ? അങ്ങനെ എഴുതാൻ പറ്റുമോ? ഇത്രയും കിട്ടിയ ആർക്കെങ്കിലും? then എച്ച് സ്ക്വയർ ഈക്വൽ ടു എത്ര കിട്ടുന്ന പറയണേ. $128. Okay, very good. X square is equal to 128 എന്ന് കിട്ടി. Then h is equal to എന്ത് വരും? x equal to root 128. root 128 എന്ത് ചെയ്യണം? root 128. അതിന് എന്തെങ്കിലും മാറ്റി എഴുതാൻ കഴിയോ? root 128 തന്നെ ഇട്ടാൽ മതി. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? എന്തെങ്കിലും ചെറിയ നമ്മൾ ഒന്ന് 2 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. അതായത് √2 അങ്ങനെ എന്തെങ്കിലും ആക്കി എഴുതാൻ കഴിയുക എന്നുള്ളത് അല്ലേ? 128 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്താ വരിക? √128 ഡിവൈഡഡ് ബൈ 2
എന്താടാ 12 into 6 ടൈംസ് ആണ്. 6 into 12 ആണ്. 12 മൈനസ് 8 വരും. 8 into 4 അല്ലേ? 4 into 2 8 0 വരും. അതായത് 64 ആണ്. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? 128 നമുക്ക് 64 into 2 എന്ന് എഴുതാം. ദെൻ √64 നമുക്കറിയാം അല്ലേ? അതിന് വാല്യൂ ഉണ്ട്. എത്രയാണ് √64? ഇത് √64 into √2 എന്ന് എഴുതാം. √64 എത്രയാടാ? ദാറ്റ്സ് ഈക്വൽ ടു എന്ത് കിട്ടും? 8 അല്ലേ? 8√2. യെസ്, 8√2. ഇറ്റ്സ് ഈക്വൽ ടു 8√2 എന്ന് കിട്ടും. ഓക്കെ ആണോ? ആൻസർ ഉയരം h is equal to 8√2. എന്താ നമ്മൾ ചെയ്തത്? ഓക്കെ, ആദ്യം നമ്മളോട് എന്താണ് കാണാൻ പറഞ്ഞത്? പ്ലാന്റ് ഹൈറ്റ് കാണാൻ പറഞ്ഞു. അത് നമ്മൾ സിമ്പിളായിട്ട് എന്താ ക്വസ്റ്റ്യനിലുള്ള റേഡിയസ് ഓഫ് ദി സെക്ടർ എന്നുള്ളതിൽ നിന്ന് തന്നെ എടുത്തു അല്ലേ? വൃത്താംശത്തിന്റെ ആരം 12 സെന്റിമീറ്റർ ആണ്. അതിൽ നിന്ന് നമ്മൾ എടുത്തു സ്ലാന്റ് ഹൈറ്റ് എന്നുള്ളത്. ദെൻ ഫൈൻഡ് ദ റേഡിയസ് എന്നായിരുന്നു ചോദിച്ചത്. അപ്പോൾ റേഡിയസ് കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം, r/l = x/360. അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അങ്ങനെ നമുക്ക് r = 4 സെന്റിമീറ്റർ ആണെന്ന് കിട്ടി. പിന്നെ ചോദിച്ചത് ഫൈൻഡ് ദ റേഡിയസ് ആൻഡ് പിന്നെ ഹൈറ്റ് ഓഫ് ദി കോൺ ആണെന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പോൾ ആറും സ്മോൾ ആറും എല്ലും അറിയുന്നത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? L² = h² + r² എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്യാം. അത് യൂസ് ചെയ്തു. ഇവിടെ L 12 ആണ്. 12² = h² + 4² എന്ന് വന്നു. Then h² = 12² - 4². That is 144 - 16 എന്ന് കിട്ടി. That's equal to 128. Then h will be √128 അല്ലേ? √128. Then which is equal to √64 into 2 എന്ന് എഴുതാം. That's equal to √64 into √2 എന്ന് വരും. √64 8 ആണ്. അതുകൊണ്ട് നമുക്ക് ഇതിന് h is equal to 8√2 എന്ന് എഴുതാം. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ഇതിൽ ഒരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. ആരം √2 സെന്റിമീറ്ററും ഉയരം 4 സെന്റിമീറ്ററുമായ ഒരു വൃത്തസ്തൂപിക നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വൃത്താംശത്തിന്റെ കേന്ദ്രകോൺ എത്രയാണ്? ഓക്കെ, സോറി, ഇംഗ്ലീഷ് കാണിക്കാം. What is the central angle of the sector to be used to make a cone of base radius square √2 centimeters and height 4 centimeter? എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? നമ്മളോട് സെൻട്രൽ ആംഗിൾ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ബേസ് റേഡിയസ് എത്രയാണെന്ന് തന്നിട്ടുണ്ട്? സ്മോൾ r √2 ആണെന്ന് തന്നിട്ടുണ്ട്. ഹൈറ്റ് 4 സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ഹൈറ്റ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പൊ എന്താ ചെയ്യാം? സ്മോൾ r √2 ആണെന്നും ഹൈറ്റ് h = 4 ആണെന്നും തന്നിട്ടുണ്ട്. ഓക്കെ, 4 സെന്റിമീറ്റർ ആണ്. ആറും എച്ചും തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ആംഗിൾ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? പക്ഷെ നമുക്കറിയാം ആംഗിൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? r/l = x/360 ആണ്. x/360 ആണ്. അപ്പോൾ ഇവിടെ നമ്മുടെ അടുത്ത് എന്തൊക്കെയുള്ളത്? ഓൺലി 360 ഉണ്ട്, r ഉണ്ട്. അതിന്റെ x ആണ് കണ്ടുപിടിക്കേണ്ടത്. പക്ഷെ l നമ്മുടെ അടുത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? l കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യും? L² = നമുക്കറിയാം r² + h² ആണ് അല്ലേ? ഇത് യൂസ് ചെയ്തിട്ട് ആദ്യം l കണ്ടുപിടിക്കണം. ഓക്കെ, r √2 ആണ്. ദെൻ √2² എന്ന് വരും. പ്ലസ് h4 ആണ്, 4². ഓക്കെ, √2² എന്താ? √2² എന്താ വരിക?
റൂട്ട് ഹോൾ സ്ക്വയർ 2 ആണ് അല്ലേ? 2 പ്ലസ് 4 സ്ക്വയർ 16 അല്ലേ? 2 പ്ലസ് 16 വരും. റൂട്ട് ഹോൾ സ്ക്വയർ 2 ആണ് ആൻഡ് 4 സ്ക്വയർ 16 ആണ് അല്ലേ? നമുക്ക് കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. 2 പ്ലസ് 16 then 18 വരും. then L എന്താ വരിക? L സ്ക്വയർ ആണ് 18 കിട്ടിയത്. then L ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്താം? L ഈക്വൽ ടു √18 സെന്റിമീറ്റർ. ഓക്കെ ആണോ? ഇത്ര എഴുതിയാൽ മതി. ഇനി നമ്മൾ എന്ത് ചെയ്യാം? നമുക്ക് ഈ ഇക്വേഷനിൽ ഈ എല്ലും ആറും ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. then 6 √2 ആണ് ഡിവൈഡഡ് ബൈ L √18 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. is equal to x by 360. നമുക്ക് കണ്ടുപിടിക്കേണ്ട 360 ആണ്. അല്ല, എക്സ് ആണ്, സോറി, എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെ കണ്ടുപിടിക്കും? എക്സ് ഈക്വൽ ടു എന്താ വരിക? √2 ഇൻറ്റു 360 ഇങ്ങോട്ട് പോലെ √2 ഇൻറ്റു 360 ഡിവൈഡഡ് ബൈ √18 വരും. √18 നമുക്കൊന്ന് മാറ്റി എഴുതാൻ വേണമെങ്കിൽ അല്ലേ? ഇങ്ങനെ എഴുതാം. √18 മാറ്റി എഴുതിക്കൂടെ? 2ന്റെ മൾട്ടിപ്പിൾ ആക്കി എഴുതുമ്പോൾ എന്താ വരിക? √2 ഇൻറ്റു 9 അല്ലേ? √2 ഇൻറ്റു 360 ഡിവൈഡഡ് ബൈ √2 ഇൻറ്റു 9 വരും. അതായത് 2 ഇൻറ്റു 9. ദെൻ നമുക്ക് എന്ത് ചെയ്താം? √2 ഇൻറ്റു √2 ഇൻറ്റു 9 എന്താ? ഇറ്റ് ഈസ് ഈക്വൽ ടു √2 ഇൻറ്റു 360 ഡിവൈഡഡ് ബൈ 9ന്റെ റൂട്ട് എത്രയാടാ? 3 അല്ലേ? അപ്പോൾ നമുക്ക് ഇതിനെ 3 √2 എന്ന് എഴുതാം. ഇതിന് റൂട്ടും ക്യാൻസൽ ആയി പോകും. ദെൻ 360 ഡിവൈഡഡ് ബൈ 3 എത്രയാണ് വരിക? 360 ഡിവൈഡഡ് ബൈ 3. അതാണ് നമ്മുടെ ആൻസർ വരിക. 360 ഡിവൈഡഡ് ബൈ 3 എത്രയാണ്? 12. യെസ്, 120. ഓക്കെ. ദെൻ എക്സ് ഈക്വൽ ടു നമുക്ക് 120 എന്ന് കിട്ടി. 120 ഡിഗ്രി. ഓക്കെ ആണോ? എന്താ നമ്മൾ ചെയ്തത്? നമുക്ക് ആറും എച്ചും മാത്രമേ തന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ആദ്യം നമ്മൾ എന്ത് ചെയ്തു? L കണ്ടുപിടിച്ചു ബൈ ദ ഇക്വേഷൻ L സ്ക്വയർ ഈക്വൽ ടു R സ്ക്വയർ പ്ലസ് H സ്ക്വയർ. ദെൻ ഈ Lനെ നമ്മൾ ഈ ഇക്വേഷനിൽ R ബൈ L ഈക്വൽ ടു X ബൈ 360 എന്നുള്ള ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അങ്ങനെ നമ്മൾ എക്സിന്റെ വാല്യൂ കണ്ടെത്തി. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ ഇന്ന് എന്തൊക്കെയാ പഠിച്ചത്? ഒന്ന് റിവൈസ് ചെയ്യാം. നമ്മൾ കോണിനെ കുറിച്ചാണ് പറഞ്ഞത്. കോണിലെ എന്താ ഒരു വൃത്താംശം അല്ലെങ്കിൽ സെക്ടർ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്തു? വൃത്തസ്തൂപിക അല്ലെങ്കിൽ കോൺ നിർമ്മിച്ചു. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം സ്മോൾ ആർ ഡിവൈഡഡ് ബൈ ദിസ് ചെരിവുയരം സ്ലാൻഡ് ഹൈറ്റ് L is equal to x by 360 ആയിരിക്കും വരിക. പിന്നെ ഒരു ഇക്വേഷനും കൂടെ നമ്മൾ ഇവിടുന്ന് പഠിച്ചു. L സ്ക്വയർ is equal to ഈ ഹൈറ്റ് H സ്ക്വയർ ആണ്, H സ്ക്വയർ പ്ലസ് R സ്ക്വയർ. ഓക്കെ, L സ്ക്വയർ is equal to H സ്ക്വയർ പ്ലസ് R സ്ക്വയർ എന്നുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചു. അത് യൂസ് ചെയ്തിട്ട് രണ്ട് പ്രോബ്ലം ചെയ്തു അല്ലേ? ഓക്കെ, അപ്പൊ അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അത് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? ഇത്രയാണെന്ന് പഠിച്ചിട്ടുള്ളത് കോണിനെ കുറിച്ച്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിന്റെ കോണിന്റെ വോളിയം പഠിക്കാം. ഓക്കെ അല്ലേ? അപ്പൊ ശരി.